ഹായ് നമസ്കാരം. ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. അപ്പോൾ എനിക്ക് പുറകെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒത്തിരി ചെടികളുണ്ട്. അപ്പോൾ ഇത് സ്പെഷ്യൽ ഒരു എപ്പിസോഡാണ്. ഇത് ബോൺസായി മരങ്ങൾ, ബോൺസായി വെച്ചിട്ട് മാത്രമുള്ളൊരു എപ്പിസോഡാണ്. ബോൺസായെ നിങ്ങൾക്ക് കൂടുതൽ അടുത്തറിയാനും കാണുവാനും ഇവിടെ കുഴിപ്പള്ളത്തുള്ള മിക്ക ബോൺസായും പരിചയപ്പെടുത്തിയിട്ട് ഉള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള സ്പെഷ്യൽ ബോൺസായി മ്യൂസിയമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പരമ്പരാഗത ചൈനീസ് കലയായ പെൻജിങ് അല്ലെങ്കിൽ പെൻസായിയുടെ ഒരു ജാപ്പനീസ് പതിപ്പാണ് ബോൺസായി. പെൻജിങ്ങിൽ നിന്ന് വ്യത്യസ്തമായി യഥാർത്ഥ ജീവിതത്തിൻ്റെ ഗംഭീരമായ രൂപങ്ങൾ അനുകരിക്കുന്ന ചെറിയ പാത്രങ്ങളിൽ പൂർണ്ണമായും പ്രകൃതിദത്തമായ പ്രകൃതി ദൃശ്യങ്ങൾ നിർമ്മിക്കാൻ പരമ്പരാഗത സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു. ഈ കല ആദ്യമായി ജപ്പാനിൽ അവതരിപ്പിക്കപ്പെട്ടു. വളരുന്ന ബോൺസായികളുടെ കല ഒരു പുരാതന ഓറിയന്റൽ പാരമ്പര്യമാണ്. അതിൽ ബോൺസായി എന്നാൽ ട്രേ ഗാർഡനിങ് എന്നാണ് പറയുന്നത്. ഈജിപ്ത്, ജപ്പാൻ, ചൈന എന്നിവിടങ്ങളിൽ ബോൺസായികളുടെ അടയാളങ്ങളുണ്ട്. കൂടാതെ ചെറിയ വൃക്ഷം യഥാർത്ഥ വലുപ്പമുള്ള വൃക്ഷത്തിന്റെ ശക്തി കേന്ദ്രീകരിക്കുമെന്ന് കരുതപ്പെടുന്നു. ബോൺസായി മരങ്ങൾക്ക് വളരെയധികം പരിചരണം ആവശ്യമാണ്. ചെടിയുടെ ആകൃതി നിലനിർത്താൻ ശാഖകൾ, ഇലകൾ, വേരുകൾ എന്നിവയ്ക്കായി പതിവായി അരിവാൾ ആവശ്യമാണ്. പിഞ്ചിങ്ങും ആവശ്യമാണ്. കൂടാതെ ശാഖകൾ ഒരു പ്രത്യേക രീതിയിൽ വളരുന്നതിന് ചെറിയ വയറുകളുടെ ഉപയോഗം പോലും ആവശ്യമാണ്. കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലെ കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ സ്പെഷ്യലായിട്ടുള്ള ബോൺസായി ഗാർഡനിലെ ബോൺസായികളെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി വെറൈറ്റി ബോൺസായി മരങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഒരുപാട് വർഷത്തെ പഴക്കമുള്ളതും പല രീതിയിൽ ഉള്ള വെറൈറ്റി ഉള്ള ബോൺസായി കാണാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്നത് പുളി മരത്തിൻ്റെ ഒരു ബോൺസായി ആണ്. ഇതൊരു ആൽവർഗത്തിൽപ്പെട്ട ഒരു ബോൺസായി ആണ്. മിക്കതിൻ്റെയും താഴെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്.
ഒരു വെറൈറ്റി ലവ്ലോലി എഴുതിയിട്ടുണ്ട്. 1994 മുള്ളൻ ലവ്ലോലി എന്ന് എഴുതിയിട്ടുണ്ട്. നെല്ലിമരമാണ്. 1972 മുതൽ പാത്രത്തിൽ വളർത്തുന്ന അരയാൽ മരമാണ് ഇപ്പോൾ കാണുന്നത്. അരയാൽ മരത്തിൻ്റെ ഒരു ബോൺസായി അരയാൽ. റൂട്ട് സിസ്റ്റം വളരെ ചെറുതായതിനാൽ ബോൺസായികൾ പതിവായി ശരിയായി നനയ്ക്കേണ്ടതുണ്ട്. അമിതമായ ചൂട്, സൂര്യൻ, കാറ്റ് എന്നിവയോട് അവ വളരെ സെൻസിറ്റീവാണ്. ബോൺസായികളെ അവയുടെ ആകൃതിയിൽ തന്നെ സൂക്ഷിക്കുന്നത് ഒരു കലയാണ്. വ്യത്യസ്ത തരം ബോൺസായി മരങ്ങൾക്ക് വ്യത്യസ്ത ശൈലികൾ ബാധകമാണ്. ജാപ്പനീസിനെ സംബന്ധിച്ചിടത്തോളം ബോൺസായികൾക്ക് സൗന്ദര്യാത്മകത കൂടുതലാണ്. യഥാർത്ഥ മരത്തിന്റെ ചുറ്റുപാടുകൾ പുനർനിർമ്മിക്കുന്നതിന് പാറകൾ, പർവ്വതങ്ങൾ അല്ലെങ്കിൽ ജലാശയങ്ങൾ എന്നിവയുടെ ഉപയോഗവും ഇതിൽ ഉൾപ്പെട്ടേക്കാം. പരിസ്ഥിതിക്ക് ഏറ്റവും അനുയോജ്യമായ ബോൺസായി തിരഞ്ഞെടുക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. ഇൻഡോർ, ഔട്ട്ഡോർ ബോൺസായികൾ ഉണ്ട്. ജാപ്പനീസ് അവയെ ഒരു തരം സ്പിരിറ്റ് ഉപയോഗിച്ച് ഒരു നിശ്ചിത സ്ഥലത്തിന് അനുയോജ്യമാക്കുന്നു. ഈ പാരമ്പര്യമനുസരിച്ച് എല്ലാ ബോൺസായി മരങ്ങളും ഒരു സ്ഥലത്തും പ്രദർശിപ്പിക്കാൻ പാടില്ല.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബോൺസായി പ്രേമികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്തതാണ്. നമ്മുടെ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ നിറയെ ബോൺസായി ഉണ്ട്. സ്പെഷ്യലായിട്ട് ഇവിടെ ബോൺസായി മ്യൂസിയം ഉണ്ട്. അപ്പോൾ അത് മാത്രം പ്രത്യേകിച്ച് കേന്ദ്രീകരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.